ഹേ ഗായ്സ്, നമുക്കിന്നൊരു കാർ വാഷിംഗ് ഡേ വീഡിയോ കണ്ടാലോ? എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പരിപാടി കേട്ടോ ഇത്. കൊച്ചിലെ ഞാനിങ്ങനെ വണ്ടിയൊക്കെ അച്ഛന് കഴുകി കൊടുക്കുന്ന സമയത്ത് അന്നത്തെ ഈ ഫേമസ് ഡയറി മിൽക്കൊന്നുമല്ല, മഞ്ചാണ് കേട്ടോ. മഞ്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടിയ പോലെയാണ്. അപ്പോൾ എനിക്ക് 20 രൂപയൊക്കെ തരും കേട്ടോ. അപ്പോൾ 5 രൂപയ്ക്ക് നമുക്ക് എത്ര മഞ്ച് മേടിക്കാം. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ വണ്ടി കഴുകി കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനൊരു കാറൊക്കെ കഴുകുന്നത് അല്ലെ വാഷ് ചെയ്യുന്നത് കണ്ടപ്പം ഓർമ്മ വന്നത് പണ്ട് ഞാനിങ്ങനെ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ അന്ത് വരുന്ന സമയത്ത് മാത്രമാണ് എന്താ പറയുക സിംബയെ കാണാൻ പറ്റുന്നത്. അപ്പോൾ സിംബയ്ക്ക് ഫുഡൊക്കെ കൊടുത്തു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ് കേട്ടോ ഈ വണ്ടിയിൽ ഒത്തിരി മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമേ ഇല്ല. അപ്പോൾ ഞാൻ അനന്തൂരിൻ്റെ അടുത്ത് എപ്പോഴും പിന്നെ ആൾ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്നതല്ലേ, അവർക്ക് ഒരു ഇഷ്ടം കാണില്ലോ. ഒരു ആൺകൊച്ചിനെ സംബന്ധിച്ച് അവർ കൊച്ചുനാൾ തൊട്ട് സ്വന്തമായിട്ട് വണ്ടി, ബൈക്ക് ഇതൊക്കെ അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക സ്വർഗം കിട്ടിയ പോലെയാണല്ലോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒന്നും പറയില്ല. പിന്നെ അങ്ങനെ റൂളിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യാറില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ വണ്ടിയിൽ ഞാൻ നോക്കിയപ്പം ഫസ്റ്റ് നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ കുറേ സ്പൈഡർമാനെ പോലെ വാങ്ങി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനാണ് ഇത് വാങ്ങി വെച്ചേക്കുന്നത്, ലൈക്ക് ഈ സ്പൈഡർമാനെയൊക്കെ ഇവിടുന്ന് വാങ്ങിയത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ പൊന്ന് ബുദ്ധൂസേ, അത് സ്പൈഡർമാൻ അല്ല, ഡെഡ് പൂളാണ്. അതാരാണ്, എന്തരാണ്, എവിടുന്നാണെന്ന് ഒന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളായി. ഇവരൊക്കെ ആരാ എന്താണെന്നൊന്നും ഞാൻ തിരക്കാൻ പോയില്ല. എന്തായാലും ആ ചെക്കന്മാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഒരാൾ റീഡ് ചെയ്യുന്നു, ഒരാളിങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നോക്കുന്ന പോലെയൊക്കെയാണ് കേട്ടോ. എനിവേ എന്തായാലും ഞാൻ മനസ്സറിഞ്ഞ് കാർ വാഷ് ചെയ്യുക കേട്ടോ. എനിക്കിഷ്ടമാണ് വണ്ടി കഴുകാൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമായിരിക്കും. നമ്മളിവിടെ ഇങ്ങനെ മോട്ടർ അടിച്ചിട്ട് അപ്പം ടാങ്ക് നിറഞ്ഞു പോകുമല്ലോ, അത് കുറേ നേരം ഇങ്ങനെ പൊക്കോട്ടേയിരുന്നു. അപ്പോൾ ആ വെള്ളത്തിലാണ് കഴുകിയത്. അങ്ങനെ അമ്മ വിളി തുടങ്ങി കേട്ടോ, ഫുഡ് കഴിക്കാൻ വരാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഉച്ചയായെന്ന് തോന്നുന്നു കഴിച്ചപ്പം. ഇന്നലെ നമ്മൾ വാങ്ങി ഫുഡ് കഴിച്ചതിൻ്റെയൊക്കെ പൊറോട്ടയാണ് കേട്ടോ സൈഡിലിരിക്കുന്നത്. അമ്മ എടുത്ത് വെക്കുന്ന കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു. ഉപ്പുമാവും ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ പഴവും ചായയും ഒക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാർ വാഷ് അപ്പോഴത്തേക്ക് എന്തായാലും വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്തു എന്തൊക്കെയോ വാക്സൊക്കെ എടുത്തിട്ട് അതിങ്ങനെ ഗ്ലാസ് റബ്ബ് ചെയ്യാണ് കേട്ടോ. അത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഓൾറെഡി അതിലെന്തോ ഒരു കോട്ടിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് ആ ഗ്ലാസ്സിൽ കേട്ടോ. അതുകൊണ്ട് അതിനൊരു സ്മോക്കി എഫക്റ്റ് പോലെ തോന്നും. അങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞത്. എനിവേ അത് കഴിഞ്ഞിട്ട് ആ ബ്ലാക്കൊക്കെ നന്നായിട്ട് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് എന്തോ സ്പ്രേ ഒക്കെ ചെയ്യുമായിരുന്നു. ലൈക്രോളിൻ്റെ ഷാമ്പൂ ഏതാണ്ടൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്തത്. അതിനെപ്പറ്റി ഒന്നും ഞാൻ തിരക്കാൻ പോയിട്ടില്ല. പക്ഷേ കാറ് കഴുകി കഴിഞ്ഞിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇങ്ങനെ സ്പ്രേ ഒക്കെ ചെയ്തെടുത്തപ്പോഴത്തേന് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല ക്ലീനാക്കി കിട്ടി. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി. പിന്നെ എന്നെക്കാട്ടിലും കുറച്ചുകൂടെ എന്താ പറയുക എല്ലാം നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് വെക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അനന്തു. അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ കുറച്ച് പണി എളുപ്പമായി എന്ന് തോന്നുന്നുണ്ട് മനസ്സിൽ. അതുകൊണ്ട് നന്നായിട്ട് എല്ലാം ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കും. ഞാൻ എപ്പോഴും കാറിലൊക്കെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കും, ഇത് എൻ്റെ കാറായിരുന്നു കുറച്ചും കൂടെ മെസ്സിയാക്കി ഞാൻ കൊണ്ട് നടന്നേനെ. ഭയങ്കര നീറ്റായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഞാനൊക്കെ ആണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഈ കാറ് കഴുകി കഴിഞ്ഞാൽ, ആളാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല. എനിക്ക് തോന്നുന്നു 2 ടാങ്ക് വെള്ളമൊക്കെ എടുത്തെന്ന് തോന്നുന്നു കാറൊക്കെ കഴുകി. പക്ഷെ ഞാൻ എൻജോയ് ചെയ്ത് കേട്ടോ. നമ്മൾ ലൈഫിൽ ഒരിക്കലും ഇങ്ങനൊന്നും മീൻസ് അങ്ങനെ ഹസ്ബൻഡിൻ്റെ കൂടെ എന്നുള്ള രീതി ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെറിയ കാര്യമാണെങ്കിൽ പോലും എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞതാണ്ട് ആ ചെക്കന്മാരാണ് ദേ അവിടെ ഇരിക്കുന്നത് കേട്ടോ. കാറിൻ്റെ അകം ജസ്റ്റ് വീഡിയോ എടുത്തന്നേ ഉള്ളേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. സോ ബൈ.